നമസ്കാരം. നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും സാധാരണമായ അണുബാധകളിൽ ഒന്നാണ് പുഴുക്കടി. പലപ്പോഴും ചൊറിച്ചിലും അസ്വസ്ഥതകളുമായി ഇത് നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാറുണ്ട്. എന്താണ് പുഴുക്കടി? എന്തുകൊണ്ടാണ് ഇത് വരുന്നത്? ഇതിനെ എങ്ങനെ വീട്ടിൽ തന്നെ മാറ്റാം എന്ന് നോക്കാം. പുഴുക്കടി യഥാർത്ഥത്തിൽ ഒരുതരം ഫംഗസ് അണുബാധയാണ്. ഇതിനെ റിംഗ് വോം എന്നും പറയും. പേര് കേൾക്കുമ്പോൾ പുഴുവാണ് ഇതിന് കാരണമെന്ന് തോന്നാമെങ്കിലും ഇത് ഫംഗസുകൾ മൂലമാണ് ഉണ്ടാകുന്നത്. വൃത്താകൃതിയിലുള്ള ചുവന്ന തടുപ്പുകളായിരിക്കും ഇതിന്റെ പ്രധാന ലക്ഷണം. അതുകൊണ്ടാണ് ഇതിനെ റിംഗ് വോം എന്ന് പറയുന്നത്. ചൊറിച്ചിൽ ഇത് പ്രധാനമായും അനുഭവപ്പെടുന്ന ഒന്നാണ്. ചുവന്ന വൃത്താകൃതിയിലുള്ള തടുപ്പുകൾ മിക്കവാറും ഒരു വളയത്തിന്റെ ആകൃതിയിൽ നടുഭാഗം തെളിഞ്ഞും വക്ക് ചുവന്നും കാണപ്പെടും. തടുപ്പുകളുടെ മുകളിൽ തൊലി അടർന്നു പോകുന്നത് കാണാം. ചിലപ്പോൾ അണുബാധ കൂടിയാൽ വേദനയും ഉണ്ടാകാം. ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പടരാൻ സാധ്യതയുണ്ട്. ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥ ഫംഗസുകൾക്ക് വളരാൻ അനുകൂലമാണ്. അമിതമായ വിയർപ്പ്, പ്രത്യേകിച്ച് മടക്കുകളിൽ ഫംഗസ് വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നു. വൃത്തിയില്ലാത്ത ചർമ്മം, വസ്ത്രങ്ങൾ എന്നിവ ഫംഗസ് അണുബാധയ്ക്ക് സാധ്യത വർദ്ധിപ്പിക്കും. രോഗബാധയുള്ളവരുമായി വസ്ത്രങ്ങൾ, ടവലുകൾ, ഷൂസുകൾ എന്നിവ പങ്കുവെക്കുന്നത് വഴി ഇത് പടരാം. പൂച്ചകൾ, നായകൾ തുടങ്ങിയ വളർത്തുമൃഗങ്ങളിൽ നിന്ന് ചിലപ്പോൾ ഈ ഫംഗസ് മനുഷ്യരിലേക്കും പടരാം. പ്രതിരോധശേഷി കുറഞ്ഞവരിൽ അണുബാധ വരാനുള്ള സാധ്യത കൂടുതലാണ്. ആപ്പിൾ സിഡാർ വിനിഗർ ഇതിന് ആന്റി ഫംഗൽ ഗുണങ്ങളുണ്ട്. ആപ്പിൾ സിഡാർ വിനിഗർ വെള്ളത്തിൽ നേർപ്പിച്ച് ഒരു പഞ്ഞി ഉപയോഗിച്ച് പുഴുക്കടിയുള്ള ഭാഗത്ത് പുരട്ടുക. 15-20 മിനിറ്റിന് ശേഷം കഴുകിക്കളയാം. ദിവസത്തിൽ 2-3 തവണ ചെയ്യാം. ആര്യവേപ്പിന് ശക്തമായ ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളുണ്ട്. കുറച്ച് ആര്യവേപ്പില എടുത്ത് പേസ്റ്റ് രൂപത്തിലാക്കി പുഴുക്കടിയുള്ള ഭാഗത്ത് പുരട്ടുക. ഉണങ്ങിയ ശേഷം കഴുകിക്കളയുക. വെളുത്തുള്ളിക്ക് ആന്റി ഫംഗൽ ഗുണങ്ങളുണ്ട്. വെളുത്തുള്ളി ചതച്ച് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി പുഴുക്കടിയുള്ള ഭാഗത്ത് പുരട്ടുക. ഇത് അല്പനേരം മാത്രം വയ്ക്കുക. ശേഷം കഴുകിക്കളയുക. ചിലർക്ക് ഇത് അസ്വസ്ഥത ഉണ്ടാക്കാൻ കാരണമായേക്കാം. വെളിച്ചെണ്ണയ്ക്ക് മിതമായ ആന്റി ഫംഗൽ ഗുണങ്ങളുണ്ട്. പുഴുക്കടിയുള്ള ഭാഗത്ത് ദിവസവും 2-3 തവണ വെളിച്ചെണ്ണ പുരട്ടുന്നത് ചൊറിച്ചിൽ കുറയ്ക്കാനും ചർമ്മത്തിന് ഈർപ്പം നൽകാനും സഹായിക്കും. മഞ്ഞളിന് ആന്റി ഫംഗൽ, ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട്. അല്പം മഞ്ഞപ്പൊടി വെള്ളത്തിൽ കുഴച്ച് പേസ്റ്റ് രൂപത്തിലാക്കി പുഴുക്കടിയുള്ള ഭാഗത്ത് പുരട്ടുക. ഇത് ഉണങ്ങിയ ശേഷം കഴുകിക്കളയാം. ദിവസവും കുളിക്കുകയും ശരീരം വൃത്തിയായി സൂക്ഷിക്കുകയും ചെയ്യുക. കുളിച്ച ശേഷം ശരീരത്തിന്റെ മടക്കുകളും വിരലിന്റെ ഇടകളും നന്നായി തുടച്ചു ഉണക്കുക. ഈർപ്പം ഫംഗസ് വളർച്ചയെ കൂട്ടും. കോട്ടൺ പോലുള്ള അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുന്നത് വിയർപ്പ് കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കും. മറ്റുള്ളവരുമായി വസ്ത്രങ്ങളും മറ്റും പങ്കുവയ്ക്കാതിരിക്കുക. വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങൾക്ക് പുഴുക്കടിയുടെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ ചികിത്സ നൽകുക. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.